ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതെ, ഇന്ന് ഞങ്ങള് അടുക്കളയിലാണ്. അപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നത് പരിപാടി. എന്തെങ്കിലും കുക്കിംഗ് ആയിട്ടായിരിക്കും വന്നേക്കണേന്ന് അറിയാലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് ആയിട്ടാണ് വന്നേക്കണത്. അതെ, ഞാൻ ഇപ്പൊ എറണാകുളത്ത് വന്നപ്പോ അയില വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇച്ചിരി പാടുന്ന കോർക്കോട്ട അതിന് പെരട്ടാനുള്ളതൊക്കെ അരച്ചിതേ നോക്കിയേ നിൽക്കണ്ട. അപ്പൊ ഇതെന്താ സംഭവം ഞാൻ ബാക്ക് ക്യാമിട്ട് കാണിച്ചത്. അപ്പൊ എല്ലാം ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞുതരാലോ. അപ്പൊ എന്തായാലും നമ്മളിന്ന് കുക്കിങ്ങിനെ ഞങ്ങള് വേറൊരു വീഡിയോയിൽ കണ്ടതുപോലെ കോപ്പിയടിയാണ് ഇത് അല്ലേ? അതെ, ഇതും കോപ്പിയടിയാണ്. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കാന്ന് ഓർത്ത്. അപ്പൊ എന്താ സംഭവം എന്നുള്ളത് കാണിച്ചു തരാട്ടാ. അപ്പൊ ഇന്ന് ഞങ്ങളിങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അയില കണ്ടപ്പോ നമുക്കങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്താലാന്ന് ഓർത്തപ്പോ ശ്രദ്ധിക്കുന്ന നല്ല ഉത്സാഹമായി ചെയ്യാന്ന് പറഞ്ഞു. എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയാം. നല്ല സമയം വേണ്ടി ഇത്തിരി നേരത്തെ ഇന്ന് വരെയും ചെയ്ത്. അതെ, അപ്പൊ നമുക്കിത് എല്ലാം അരച്ചൊക്കെ വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മളങ്ങനെ ചെയ്യാന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് എന്തൊക്കെ അപ്പൊ ഇതിലെന്തൊക്കെയാണ് ഇട്ടേക്കണേന്ന് പറഞ്ഞേ. അതിന്റെ ഉള്ളില് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, അത്രയും ഇഞ്ചി, അത്രയും സാധനങ്ങളാണ് നമ്മൾ ആ മസാലയിൽ ഇട്ടേക്കണത്. പെരട്ടത് കാണിച്ചേരാട്ടാ. അപ്പൊ നമ്മൾ ആ മസാല ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്ന് പെരട്ടി മാറ്റി വെക്കണം. വറക്കാൻ ഒക്കെ പെരട്ടണ പോലെ തന്നെ, പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടി സാധനങ്ങൾ കൂടുതലുണ്ട്. ഇത് വറക്കാനല്ല. അതെ, അപ്പൊ ഇങ്ങനെ പെരട്ടണോടുമ്പോ എല്ലാവരും അറിയിക്കും ചിലപ്പോൾ വറക്കാനായിരിക്കും. വറക്കാനല്ല, ഇത് വേറെ രീതിയിലുള്ളൊരു കറിയാണ് ഞങ്ങൾ വെക്കാൻ പോണത്. അതെ, അപ്പൊ നിങ്ങൾ ചോദിക്കോട്ടെ, അത് വേറെ ആരും ഇങ്ങനെ വെക്കാറില്ല. ഇപ്പൊ ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ കണ്ട് ശ്രുതിര പ്രഗ്നൻസിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട് ലോകത്ത് ആർക്കില്ലാത്ത പോലെ എല്ലാവർക്കും ഉണ്ട്. പ്രഗ്നന്റ് ആയെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അതെ, നമുക്ക് വേറെ ആരുടെ കേൾക്കുമ്പോഴും നമുക്കൊരു സന്തോഷമായിരിക്കും. നമുക്ക് നമ്മൾ ആരുടെ കേൾക്കുമ്പോഴും ഇപ്പൊ ആരെങ്കിലും അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോ ആണാ നമുക്ക് ചിരിച്ചുണ്ടല്ലാതെ ആണാ അങ്ങനെ ചോദിക്കാൻ സാധിക്കുമോ? എന്നെ കൂടെ സാധിക്കില്ല. അപ്പൊ നമ്മളെല്ലാരും വിശേഷം ചോദിക്കുമെന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അത് ആർക്കായാലും സന്തോഷം ഉണ്ടാവും. അപ്പൊ അങ്ങനെ സന്തോഷമില്ലാത്ത ആൾക്കാരുണ്ടല്ലേ? അങ്ങനെയുള്ളവരുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ ചാനലില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിടക്കാണ് നമുക്കിങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് കമന്റ്സ് വന്നിരുന്നത്. ഇപ്പൊ വീണ്ടും ആൾക്കാരുടെ തലയൊക്കെ ഞാനും വായിച്ചു, ശ്രുതി വായിച്ചില്ല. ഞാനിവിടെ ആരോടും പറഞ്ഞില്ല. ഞാനപ്പോ ഇന്ന് 2 ദിവസം ഞാൻ വായിക്കണത്. ഇഷ്ടമുണ്ട് ഈ കണ്ടാൽ മതി. നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ നമ്മളെ ചേർത്തിരിക്കുന്ന കുറേ പേരുണ്ട്. ഇതിന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ എത്ര പേര് വീഡിയോ കണ്ടിട്ട് വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, എത്ര മാസമായി കുഴപ്പമൊന്നുമില്ലല്ലോ, വീഡിയോയില് കൂടി പറയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അറിയാനായിട്ട് എത്ര പേരെന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഏത് ഡോക്ടറിന് കണ്ടേക്കണം, കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ കമന്റ് വിശദമായിട്ട് പറയാം, നോക്കിയിട്ട് പറയാം. എല്ലാവർക്കും ഉണ്ട് ഇത്. എല്ലാവരും വീഡിയോ ഇടാറുണ്ട്. യൂട്യൂബിൽ ചാനലുള്ളതുകൊണ്ട് നമ്മളെ യൂട്യൂബിൽ കാണിക്കണം. ഇനി ഇതെന്ന് വെച്ചാൽ നമുക്ക് വിളിച്ചേക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അറിയും എന്തെല്ലാവരും. അപ്പൊ ചിലവർക്ക് അത് കാണുമ്പോൾ ഒരു ഇതാണ്, ഇത് ആദ്യമായിട്ടുണ്ടായ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കമന്റ് വരുന്നത്. അതെ, ഇത് ആർക്ക് ഇപ്പൊ ആദ്യമായിട്ടുണ്ടായാലും രണ്ടാമതുണ്ടായാലും മൂന്നാമതുണ്ടായാലും അഞ്ചാമതുണ്ടായാലും ശരി, ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണിത്. അതെവിടെ കേട്ടാലും സന്തോഷമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന കുറെ പേർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പൊ അവര് മാത്രം കണ്ടാൽ മതി. ഇങ്ങനെ വെറുതെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കാണണ്ട. എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ഇനി നെഗറ്റീവ് പറയണത്? വേറെയൊക്കെ പല നെഗറ്റീവ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നില്ല. അപ്പൊ ഇൻസ്റ്റയിലൊക്കെ നല്ല കമന്റ് പറഞ്ഞിട്ട് ഇപ്പൊ നെഗറ്റീവ് കണ്ട കണ്ടില്ല. അതൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഞങ്ങൾ വിട്ട് കളഞ്ഞു. ഇതിനെയും എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയണത്? അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അത് പറഞ്ഞിട്ട് നമ്മ സമയങ്ങള വെള്ളിയാഴ്ച നോക്കി പോണ്ടിട്ടാ. ഇല്ല, ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. വലിയ ഉണ്ട്. ഇപ്പൊ കുറെ നാളായി വലിയ വന്നിട്ട് ഇനിയും കുറെ നാൾ ഉണ്ടാകും ഇവിടെ. ശ്രുതി കൂട്ടണല്ല. ഞാൻ വെട്ടോ വെളിച്ചോ പകലുള്ള സമയത്ത് ഇന്ന് ഞാൻ ഇപ്പൊ വന്നതെന്ന് പറയാറ്. എല്ലാ ദിവസവും ഈ സമയത്ത് വരാറില്ല. ഇത്തിരി നേരത്തെ പോന്നു. ക്യാൻഡിൽ ഇത്തിരി തിരക്കുറവൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ചാടിപ്പോന്നു നടന്ന്. ഇപ്പൊ ഞാൻ വന്നത് പുതിയ വഴി കൂടിയാണ്. കടമാക്കുടി, പിഴല, അങ്ങനെയൊക്കെ കൂടി ജങ്കാറൊക്കെ കയറിയാണ് ഞാൻ ദിവസം വരുന്നത്. ഇന്ന് ആ ഭാഗത്ത് നിന്ന് ആ കോളേജിലെ പിള്ളേരൊക്കെ കൊണ്ടോട്ടെ ജയിച്ചു പോകണമെന്ന് പറയുന്നത്. ഞാൻ അപ്പൊ അവിടെ നിർത്തി പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പുതിയ വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിലപ്പോ ചിലർ വീഡിയോ കാണാൻ ആരെങ്കിലൊക്കെ അങ്ങനെ കാണുന്നുണ്ടാവും. മന്നതൊക്കെ പറന്നുള്ളതിൽ കൂടെ പോണത്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? അതെ, അപ്പൊ നമ്മളിത് നല്ല രീതിയിൽ പെരട്ടി വെച്ചിട്ടുണ്ട്. എന്തായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇത് കുക്കറിൽ വേവിക്കണം അയിലയുടെ വീഡിയോ കണ്ടിട്ടാണ്ട് ഞങ്ങള് ചെയ്യാൻ പോണത്. അതെ. അപ്പൊ ഇന്ന് നമ്മള് കലത്തിലോ ചട്ടിയിലോ അങ്ങനെ ഒന്നല്ല, ഇതിലൊന്നും ഞാനായിട്ട് പറഞ്ഞവര് പറഞ്ഞോ കുക്കറിൽ വേവിക്കണ അയിലയുടെ വീഡിയോ അല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കഴിച്ചു നോക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ചെയ്യണത്. അപ്പൊ നമ്മുടെ സന്തോഷം നമ്മള് നിങ്ങളെ കാണിക്കാത്തുള്ളൂ, നിങ്ങളത് കണ്ടേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ നമ്മള് കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിലാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ. ഞാൻ പറഞ്ഞ മീൻ കറിയില് ഉലുവ ഇടാറില്ല കേട്ടാ. എനിക്കൊരു ഉലുവയൊക്കെ പൊട്ടിക്കാൻ ഞാൻ അതുകൊണ്ട് ഇത്തിരി വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ ഇത്തിരി ഉലുവ ഇടുന്നേ കേട്ടാ. ഒരു പേരിന് മാത്രം ഉലുവ പൊട്ടറുണ്ട്. ഇല്ല മീൻ കറിയിൽ ഉലുവ ഇടുമില്ലേ, ഇതൊക്കെ ഇട്ടോട്ടെ. നമ്മള് ഉള്ളി, തക്കാളി, വേപ്പില, ഉള്ളി മിട്ട് എല്ലാം ഇട്ടേക്കാം. നേരമൊന്നുമില്ല, എല്ലാവരും ചിരിച്ചങ്ങളിടും. പിന്നെ ഇതിലെല്ലാം ചേർന്നിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം ചേർന്നിട്ടുണ്ട്. പൊടികളും എല്ലാം ചേർന്നേക്കണത് കാരണം പിന്നെ നമ്മൾ അധികം ഇടണില്ല. ഇനി ഉപ്പ് മാത്രം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ടാൽ മതി. അതെ, ഇനി ഇത് വാടാനായിട്ട് ഇട്ടേക്കണം. കണ്ടോ, പരന്ന കുക്കറായിരുന്നു ശരിക്കും കാണാമല്ലോ. ഞങ്ങൾ പരന്ന കുക്കർ ഇല്ല കേട്ടോ. അങ്ങനെ ഇച്ചിരി പൊക്കമുള്ള കുക്കറാണ്. അതെ. അപ്പം എന്തായാലും ഇനി പുളി വെള്ളത്തിലിടട്ടെ കേട്ടോ, വാടിക്കഴിഞ്ഞിട്ട് കാണാം. അത് നമ്മുടെ മസാലകൾ വാടിയിട്ടുണ്ട്. പൊടികളല്ല കേട്ടോ, തക്കാളിയും ഉള്ളി, പച്ചമുളക്. ഞങ്ങളും ഉണ്ടാക്കട്ടെ കേട്ടോ. കുക്കറയില്ല നേടാ നമ്മുടെ അതിൽ കുടുംബങ്ങൾ നേരെ ഇടാം. വീഡിയോ കണ്ട പോലെ തന്നെ ഞാൻ ഇതിനൊക്കെ പിറക്കി ഇങ്ങനെ ചായച്ചു നോക്കണുണ്ട്. ഞാൻ ഈ ഫോൺ പിടിച്ചേക്കണ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഒരു വലിയ ഇലയാണ്, 5 കിലോ കൊള്ളാനുള്ള കുക്കർ ഇല്ല ഞങ്ങളിപ്പോൾ 5 പേരുണ്ടെങ്കിലേ. അതെ. സുഖം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആളെ കാണാം. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണെന്ന് പറയാനായിട്ട് പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്താ മാറ്റണം വെച്ചാൽ. അപ്പം അങ്ങനെ നമ്മുടെ ഈ പരിപാടികൾ കഴിഞ്ഞല്ലോ. ഇനി നമ്മളത് കുക്കർ അടച്ച് വയ്ക്കും. ഇച്ചിരി ഗ്രേവിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു, നമ്മളപ്പോൾ അതും കൂടെ അങ്ങോട്ട് വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് കളയണ്ട. എന്തായാലും നമ്മൾ പിന്നെ വേറെ എക്സ്ട്രാ പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് നേരെ കുക്കർ അടക്കാം. ഒറ്റടി അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. 2 അടി അടിച്ചിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും, ചിലപ്പോ പായസമായി പോയില്ല. അപ്പൊ ഒറ്റടി അടിക്കട്ടെ. അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാനിപ്പോ വൈകുന്നേരം വന്നിട്ട് ഡബിടിന്ന് ചെയ്യണ ഒരു പണിയാണ്ട. അടുക്കളയൊക്കെ നല്ല പരുവത്തി കിടക്കുകയാണ്. ചോറ് വിറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും പാത്രത്തിലൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ കണ്ണന് ഈ വീഡിയോ കാണാൻ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഒതുക്കി വെച്ചിട്ട് ചെയ്യാറുന്നില്ല എന്നൊക്കെ ചോദിക്കും. പിന്നെ നേരത്തെ നൈറ്റ് കമന്റ് പറഞ്ഞേക്കണത്, നിങ്ങൾ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ എന്ത് വേണമെങ്കിലും ഞാൻ കാണിക്കും, നാട്ടുകാരെ അറിയിക്കണ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പേരൊന്നും ഞാൻ വെളിപ്പെടുത്തല്ല. കല്യാണം കഴിഞ്ഞപ്പോഴും ഈ പെണ്ണ് തന്നെ ഒരു പെണ്ണാണ്. അത്യാവശ്യം യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും ഇവരറിയാം. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ശ്രുതിനെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ചാളെ കേട്ടെ അമ്മായി നമ്മുടെ തനിസ്വരൂപം കാണാൻ പറ്റും, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ കമന്റ് ഈ പെണ്ണിനെ ഇട്ടേക്കണത്. എൻ്റെ പൊന്നു മോളെ, ഞാൻ പേര് വെളിപ്പെടുത്തണല്ലോ, പേര് ഞങ്ങൾക്ക് അറിയാം. മോളല്ല, മോളുടെ അപ്പുറത്തെ ആള് വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകുള്ളൂ. കലക്കാൻ നോക്കിയിട്ട് കലങ്ങിയില്ല. ഇപ്പൊ ഞങ്ങൾ 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മ ഇങ്ങനെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണേ ഞങ്ങൾ വിചാരിക്കണം. വെറുതെ നെഗറ്റീവ് കമന്റ് ഇട്ടാലൊന്നും ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാവാൻ പോണില്ല. അപ്പൊ മോള് എന്തൊക്കെ വേറെ പല സ്ഥലത്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിരിക്കും, പക്ഷെ ഇവിടെ നടക്കൂല കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിൽ വിട്ടോ. ഇതുപോലെ ചിരിച്ചു തള്ളിക്കളയും. മരുമോക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ വേറെ കാണാത്ത പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പൊ പിന്നെ മോളെ ഇനിയിപ്പൊ ഇങ്ങോട്ട് നോക്കണ്ട കേട്ടാ. മോള് കുറച്ച് ദിവസം നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. ഇനിയിപ്പൊ അടുത്ത് തുടങ്ങിയൊക്കെയാണ്. കുറച്ചാളായിട്ട് ഉണ്ടായിരുന്നില്ല, അവിടെ പോയിക്കണായിരുന്നു. കാര്യം ചിലപ്പോ നമ്മുടെ വീഡിയോ അത്ര റീച്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതെ, ഞങ്ങളുടെ വീഡിയോ ഒന്നും ഇതായി കിടക്കണായിരുന്നല്ല, ഡൗൺ ആയിരുന്നു, നമ്മൾ വിടണുണ്ടായിരുന്നില്ലായിരിക്കും. അപ്പൊ ഇപ്പൊ തിരിച്ചു വന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്.
പിന്നെ ഈ മോളെ വീഡിയോ ഫുള്ള് കാണണ്ടെന്ന് കാണുന്നുണ്ട്. മോളെ കൊണ്ട് പാവണ വിധത്തിൽ ഈ മോള് കമന്റ് ഇട്ടോ. ആ കമന്റ് കേട്ടിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരും ഞങ്ങളെ നെഗറ്റീവായിട്ട് കാണൂല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ നമ്മളോടുള്ള സ്നേഹം നമ്മൾ ഓരോ കമന്റിൽ കൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണേണ് ഇപ്പൊ ഓരോ സമയത്തും. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ആസ്പത്രിയിൽ കൊണ്ടുപോയിക്കോളാം, എല്ലാം ചെയ്തോളാം. അതുകൊണ്ട് അത് ഇനി വിട്ടിട്ടാ ഇല്ല ഇനി പറയാനുള്ള നമ്മുടെ വീഡിയോയിലും മോളുടെ കമന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മുടെ കുക്കർ നമ്മുടെ കുക്കറയിലേക്ക് എന്താവും നമുക്ക് നോക്കി അങ്ങനെയൊക്കെ നമുക്ക് പോവാം. അതെ, ശ്രുതിക്കപ്പോ ആ വീഡിയോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് വീഡിയോ ചാളയുടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞില്ലട്ടാ. എന്നാലും അത് കാണുമ്പോ ചാള എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതും ആ ഒരു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ് ചെയ്ത് കൊടുക്കണമല്ല, അതാണല്ലോ അമ്മമാരുടെ കടമ. ഇഷ്ടമല്ല അതില ഇഷ്ടമാണ്. അപ്പൊ നമ്മ അറിഞ്ഞ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. ഇഷ്ടമൊക്കെയാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇത്ര നാളും നമുക്ക് അങ്ങനെ ചിലപ്പോ കഴിക്കാൻ തോന്നും, ചിലപ്പോ അമ്മ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോ ഞാൻ കഴിക്കൂലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ ഇന്ന് നോർമലായി വന്നി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഇത് ആവട്ടെ ആയിട്ട് കാണാം. ആയിട്ട് അങ്ങനെ നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വന്ന് ഇറങ്ങി പോയി. കുറച്ചധികം നേരം പോയി ഏറെ പറക്കാനായിട്ട് വെച്ചിരുന്നു. പോയിട്ടുണ്ട്. ആവി ഫോണിൽ തട്ടണ കാണാതെ നമ്മൾ നേരത്തെ വാഴല വെച്ചത് കാണിച്ചിട്ടുണ്ടായില്ല കേട്ടാ. നമ്മളൊരു വാഴല വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഇത്തിരി വെള്ളമുണ്ട്. അപ്പൊ ആ വീഡിയോ പറഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് തിളപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ്. ഇത്തിരി ചാറ് കൂടുതലായിട്ട് ചിലവർക്ക് ചാറ് കൂടുതൽ വേണ്ടി വരുമല്ല. എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട് തുറക്കുമ്പോഴേക്കും. നല്ല വാഴയിലേക്ക് ഇരുന്നിട്ടുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചാറ് വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഇച്ചിരി വറ്റിച്ചെടുക്കാം. വറ്റിച്ചിട്ട് കാണിക്കാം. ഇനി വറ്റിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ കാണിക്കോളൂട്ടാ. വറ്റിച്ചൊക്കെ എടുക്കട്ടെ. വറ്റിച്ച് നമ്മൾ ഇനി റെഡിയാക്കി വെക്കും. അതൊന്നും ഇരുന്ന് കഴിയുമ്പോഴേക്കും എല്ലാം ഒക്കെ കയറി പിടിക്കുമല്ലോ അതിനകത്ത്. ഇത് നമ്മൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ടായിരിക്കും ടേസ്റ്റ് ചെയ്യാൻ പോണത്, എല്ലാവരും എത്തിയിട്ട്. നമുക്ക് അപ്പൊ കാണാം. അപ്പൊ നമ്മുടെ പായസമൊന്നും ആയിട്ടില്ല അതിലേക്ക് അതേപോലെ തന്നെ ഉണ്ട്. അതെ, ഒറ്റടി അടുപ്പിച്ചുള്ളൂ കേട്ടോ. ഒരടി അടിച്ചില്ലെങ്കിൽ എൻ്റെ അത് മാറിയല്ല. അതേപോലെ തന്നെ ഉണ്ട്, വെന്തിട്ടുണ്ട് സംഭവം എന്തായാലും. അപ്പൊ ഇനി എന്തായാലും നമുക്ക് കാണാം. അപ്പൊ ഞങ്ങളെല്ലാവരും വന്നിരിപ്പുണ്ട് കേട്ടോ. ഫുഡ് എടുത്തിട്ടുണ്ട്. എന്താ സംഭവം അറിഞ്ഞൂടാ, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു, ഷർട്ട് ഇട്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ സുധു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ ചോറുണ്ട്. അപ്പൊ അമ്മ സംഭവം കുക്കറിലാണ്. കുക്കറയില ഇങ്ങനത്തെ രൂപത്തിലായിട്ടുണ്ട്. സ്പെഷ്യലാണ്. എല്ലാവർക്കും ഇട്ടതിന് ശേഷം നമുക്ക് കാണാം ഇനി. ഓക്കെ, എല്ലാവർക്കും ഇട്ടോണ്ടിരിക്കാൻ വലിയൊരു ലിപ്പുണ്ട്. അപ്പൊ നോക്കിയതേ നമ്മുടെ എന്റെ പ്ലേറ്റിൽ നേരെ ഇത് ഇങ്ങോട്ടേക്ക് വെക്കുന്നത് എല്ലാരും സെറ്റ് ആക്കിട്ട് വെച്ചേക്കണ്ട. കുക്കറിലൊന്നുമില്ല. അപ്പൊ സംഭവം നോക്കിയാൽ ഞാൻ തന്നെ ആദ്യം തുടങ്ങിയാട്ടോ. നോക്കിയേ, ഇത് നല്ലൊരു സംഭവം എടുത്ത് എല്ലാ പ്ലേറ്റ് എടുത്തോ, കഴിയോടെങ്കിക്കോ. നോക്കിയേ, നല്ലൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതേ ഇതേപോലെ കഷ്ണം എടുത്തിട്ട് ആ ഗ്രേവിയും കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. അവിടെ നിന്ന് ആദ്യം തന്നെ അഭിപ്രായം വന്നു. നൈസാണ്ടാ, ഒന്നും പറയാനില്ല. ഈ ചാറ് കറി വെക്കണേക്കാളും തക്കാളി ഫ്ലേവർ ആയിട്ട് നോക്കി അമ്മയൊക്കെ പറയുന്നത് വലിയ കഴിക്കാതെ എന്ത് നോക്കിയിരിക്കണേ. അതെ, ഞാനും അതെ. സുതപ്പനക്ക് അടിക്കേണ്ട. എങ്ങനെയുണ്ട് സുധു? അടിപൊളി സാധനം. വലിയ എങ്ങനെയുണ്ട്? അടിപൊളി. അമ്മ ഞങ്ങൾ രണ്ടുപേരും തന്നെ ടേസ്റ്റ് നോക്കാന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നെ എല്ലാരും ഞങ്ങൾ തന്നെ കഴിക്കണം എങ്ങനെയാന്ന് ഓർത്ത് ഇവരെ കാത്തിരുന്നേണ്ടാ. അതെ. അപ്പൊ നോക്കിയ ശ്രുതി നല്ലൊരു കഴമ്പ് എടുത്തിട്ട് ചോറ് കുട്ടിയുടെ പിടുത്ത് പിടിച്ച് ആദ്യം ഒറ്റ കഴിക്കണ്ടേ, ആ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. അതെ, അമ്മ അതിനോട് കൂടിയിട്ട് ഒരു കുഴച്ചിട്ട് ഒരു പിടുത്തം പിടിക്കും. എങ്ങനെയുണ്ട്?
നിങ്ങൾ എത്ര ടേസ്റ്റ് നോക്കിയാണോ? നോക്കിയിട്ടില്ല, എല്ലാവരും വരാൻ വെയിറ്റ് ചെയ്തത്. ആ പൊട്ടിച്ചല്ലോ. അതെ. ഇല്ലച്ചി എങ്ങനെയുണ്ട്? അടിപൊളി. സുധു? അടിപൊളി. ശ്രു? സൂപ്പർ. അതെ അതെ ഗ്രേവി ഒക്കെ ഇല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അതെ. അപ്പൊ നോക്കി ഇതിന് കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കട്ടെ. മീൻകറിയൊക്കെ ഡെയിലി വെക്കണവർ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചേക്കുമ്പോ ഒരു വെറൈറ്റി അല്ലേ? അതെ അതെ അതെ, കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കും. മീൻകറിയാണ് മിക്ക ദിവസം വെക്കണത്, പക്ഷെ എന്നാലും ഇങ്ങനത്തെ കഴിക്കുമ്പോ ഒരു രസം. അതെ, നല്ല വ്യത്യാസമായിട്ടിരിക്കുന്നുണ്ട്. അമ്മ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കുക്കർ ആയില്ല വിജയിച്ചു. നല്ലതായിട്ടുള്ള ഇത്രയും തീർന്ന. അതെ, ഒറ്റടി ഒറ്റ. രണ്ടുപേരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്തിനാണ് ഉണ്ടാക്കിയ കുക്കർ കൊണ്ടെന്ന് വെച്ചപ്പോ അതില് അതെ, സുഖ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്നുള്ളൂ. ഇപ്പൊ ഉപജില്ലയുടെ മത്സരം നടക്കുന്നുണ്ട്. പ്രാക്ടീസ് നടന്നിട്ട് 9 മണിയൊക്കെ ആകുമ്പോ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. 9:30 അങ്ങനെ. ഗ്രേവി അടിപൊളിയാണ്. അതെ, കുക്കറിലടിക്കുമ്പോ എല്ലാം കൂടി കയറി പിടിക്കുമല്ലോ. തീർന്നത് വലിയ അവിടെ എന്തോ കണ്ട പോലെ ഇരിക്കണം അവിടെ. അപ്പൊ നമുക്ക് നേരെ കഴിക്കാം അല്ലേ?